പിന്നെ ഇത് കുത്തിപ്പൊക്കാൻ ഇവരാരാ CBI-യോ എന്റെ പുറകെ നടക്കാൻ? തെറ്റല്ലെന്നാണ് അവര് പറഞ്ഞത്. ഉദ്യോഗസ്ഥൻ പറഞ്ഞ തെറ്റല്ലെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. ഒരു മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല. നിങ്ങൾ വിഷമിക്കുന്ന ആ ഒരു വാക്കാണ് നമ്മൾ ജനമൈത്രി എന്ന് പറയുന്നത്. രേണു സുധിയുടെ കരച്ചിലാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ആ വീഡിയോ ഒക്കെ കണ്ടു കാണും അല്ലയോ? പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാൻ സാധ്യതയില്ല. ഞാൻ നല്ല വിശദമാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, കൂടാതെ ഒരു ലൈക്കൊക്കെ തരിക. പോലീസുകാരെന്നെ വഴക്ക് പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞാണ് ചേച്ചി നിന്ന് കരയുന്ന കണ്ടത്. പോലീസുകാർ ഓടിച്ചു, അത് വേറൊന്നും കൊണ്ടല്ല. ഒരു പയ്യനെതിരെ, അതുൽ വ്ളോഗ്സ്, അതുലിനെതിരെ രേണു സുധി ഈ കഴിഞ്ഞ ദിവസം കേസ് കൊടുത്തു. അതുൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വണ്ടിയും പിടിച്ച് അവൻ ചങ്ങനാശ്ശേരിയിൽ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. കൂടെ ഡാനി സത്യൻ യൂട്യൂബറാണ്, അവനും പിന്നെ നമ്മുടെ വിനോദ് ഭാസ്കർ, ഡോക്ടർ വിനോദ് ഭാസ്കർ, വിനോദേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. ഇവർ 3 പേരും പോലീസ് സ്റ്റേഷനിൽ പോയി. അതുലിനോട് പോലീസുകാർ വിശദമായി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതുലിനോടും ഡാനിയോടും ഒക്കെ സംസാരിച്ചു. 2 പേരോടും സംസാരിച്ചതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായത്, ഈ പാവങ്ങൾ വണ്ടിയും പിടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം രേണുവിൻ്റെ പൊടി പോലും ഇല്ല അവിടെ. രേണു ആണ് കേസ് കൊടുത്തത്, പക്ഷേ രേണു വന്നാൽ പോലീസ് സ്റ്റേഷനിൽ വന്നില്ല. രേണുവിൻ്റെ ഉദ്ദേശം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ, ചങ്ങനാശ്ശേരി വരെ അവൻ വന്ന് അങ്ങോട്ട് പോട്ടെ, അതായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ രേണുവിൻ്റെ അച്ഛൻ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. രേണു വന്നില്ല, രേണുവിന് എന്തോ ഷൂട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. ഇന്ന് രേണു വണ്ടിയും പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. അതുൽ പോയില്ല. എന്തിനവൻ പോണം? അവൻ കഴിഞ്ഞ ദിവസം അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന കാശും മുടക്കി അവൻ അവിടെ വരെ പോയതാണെന്നേ. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി. കാരണം അവൻ്റെ വീഡിയോയിൽ എന്തൊക്കെയോ വളരെ മോശമായി അവൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാണ് രേണു കേസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പോലീസുകാർ നോക്കിയപ്പോൾ ഒന്നുമില്ല അതിനകത്ത്. അവൻ ഒരു മോശമായിട്ടും അവൻ പറഞ്ഞിട്ടില്ല. അവന് പ്രോപ്പറായിട്ടുള്ള തെളിവുകൾ ഒരു സോഴ്സ് വഴി കിട്ടി. അവൻ അതെടുത്ത് വെച്ച് വീഡിയോ ചെയ്തു. രേണുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ രേണു തന്നെ വീഡിയോയിൽ പറയുന്നത് കേട്ടു, പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കാൻ നീയൊക്കെ ആരാടാ? പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കിയ ചേച്ചി എന്തിനാ പേടിക്കുന്നത്? ഞാനതാ ചോദിക്കുന്നത്, എന്തിനാ പേടിക്കുന്നത്? രേണുവിൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ രേണു പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അവനെതിരെ കേസ് കൊടുത്തു. രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രേണു കഴിഞ്ഞ ദിവസത്തൊക്കെ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ഇരുന്ന് പറയുന്നത് കേട്ടു, ഞാൻ പലരുടെയും വീഡിയോ കാണാറില്ല, എന്നോട് ആൾക്കാർ പറയുന്നത് വെച്ചിട്ടാണ് ഞാൻ കേൾക്കുന്നതെന്നൊക്കെ. രേണു അറ്റ്ലീസ്റ്റ് അവൻ്റെ വീഡിയോ ഒന്ന് കണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കേസ് കൊടുക്കാൻ പോകത്തില്ലായിരുന്നു. കാരണം അവൻ്റെ വീഡിയോയിൽ പ്രത്യേകിച്ച് അവൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള തെളിവുകൾ വെച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അത് മാത്രമല്ല, ഇതിൽ വേറൊരു പ്രശ്നമുണ്ട്. ഞാനത് പറയാം നിങ്ങളോട്. അത് വലിയൊരു പ്രശ്നമാണ്. അത് രേണുവിന് തന്നെ വലിയൊരു പ്രശ്നമായിട്ട് മാറും. അതിൻ്റെയൊക്കെ ഡീറ്റെയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണും. കുറച്ച് 2-3 എണ്ണം ഉണ്ട്. പിന്നെ നമ്മുടെ അതുൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുമൊക്കെ നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് രേണുവിൻ്റെ ചേച്ചിയും കൂടെ ഇന്നവിടെ പോയി കാണിച്ച പരിപാടികൾ അതൊന്ന് കേൾക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോകാം. തെറ്റല്ലെന്നാണ് അവര് പറഞ്ഞത്. ഉദ്യോഗസ്ഥൻ പറഞ്ഞ തെറ്റല്ലെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. ഒരു മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല. നിങ്ങൾ വിഷമിക്കുന്ന ആ ഒരു വാക്കാണ് നമ്മൾ ജനമൈത്രി എന്ന് പറയുന്ന ഇടത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത്. ഏത് പോലീസ് സ്റ്റേഷൻ? ഇവിടുത്താണ് ചങ്ങനാശ്ശേരി. വക്കീലിനെ കണ്ടിട്ട് ഒരു നിയമോപദേശം നേടായിരുന്നു. എനിക്ക് ദേഷ്യപ്പെട്ട് ഞങ്ങളുടെ അടുത്ത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അത് എന്താണ് സംഭവം? ഞങ്ങൾ പരാതിക്കാരാണ്, പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട എന്തിനാണ് ഞങ്ങൾ മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് തരത്തിലാണ് മോശമായി പെരുമാറിയെന്ന് എനിക്കറിയില്ല. അങ്ങനെ മോശമായ ഒരു സ്ത്രീയല്ലേ, ഒരുപാട് മോശമായിട്ടൊന്നും പെരുമാറണ്ട. പക്ഷേ അവിടെ പോലീസുകാരുടെ സൈഡും കൂടെ നിങ്ങളൊന്ന് നോക്കണം. ഈ രേണു ചേച്ചി കൊണ്ട് കേസ് കൊടുത്തു. അന്ന് ഫസ്റ്റ് അതിൽ ചെന്ന ദിവസം രേണു അവിടെ ഇല്ല. രേണുവിന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എന്ന്. ഷൂട്ടിംഗ് ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ അറിയിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ചെറുക്കൻ ഇവിടുന്ന് അവിടെ വരെ പോവുമോ? അന്ന് രേണുവിനെ കണ്ട് സംസാരിക്കാമായിരുന്നല്ലോ, അവനോട് നേരിട്ട് സംസാരിക്കാമായിരുന്നല്ലോ. അന്ന് രേണു വന്നില്ല, ഇന്ന് അവനവിടെ ചെന്നില്ല. പിന്നെ വേറൊരു കാര്യം, പോലീസുകാർ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചൂടായിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. അത് വേറൊന്നുമല്ല, പോലീസുകാർ നോക്കിക്കാണും അതുലിൻ്റെ വീഡിയോ. അതിനകത്ത് പ്രത്യേകിച്ച് രേണുവിനെ മോശമാക്കുന്ന ഒന്നുമില്ല എങ്കിൽ പോലീസുകാർക്ക് ദേഷ്യം വരത്തില്ലേ? ആ കേസ് കള്ളക്കേസാണെന്ന് അവർക്ക് മനസ്സിലാവത്തില്ലേ? അവർ പിന്നെ ഇതിൻ്റെ പുറകെ എന്തിനാണ് ഇരിക്കുന്നത്? അവൻ്റെ വീഡിയോയിൽ അവൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അവൻ തന്നെ നിങ്ങളോട് പറയും. അത് ഞാൻ വിശദമായി നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ആ ഒരു കാര്യം ചേച്ചിക്ക് പൊള്ളി. പിന്നെ രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ താല്പര്യമില്ല. പിന്നെ അവൻ തന്നെ അവൻ്റെ വീഡിയോയിൽ പറയുന്നത് കേട്ടു. പിന്നെ അവനതൊരു പ്രശ്നമല്ല, അതൊരു സത്യാവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാനും അത് പറയുന്നത്. അവന് ചെറിയൊരു ഡിസബിലിറ്റി ഉണ്ട് അവന്. അതുകൊണ്ട് തന്നെ വെറുതെ അവനെ അങ്ങോട്ട് വിളിച്ച് വരുത്തുന്നത്, അതായത് അത്രയും ദൂരം ആ ചെറുക്കനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്തുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അവന് കണ്ണിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു കണ്ണിന് അവന് കാഴ്ച കുറച്ച് കുറവാണ്. ആ ചെറുക്കൻ വണ്ടിയും കയറി ട്രെയിനും പിടിച്ചൊക്കെ അവിടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരുന്ന ദിവസം അവനെ വിളിച്ച് വരുത്തിയാൽ പോരെ? ഇത്രയും ബുദ്ധിമുട്ടിച്ചു നീ ആ വ്യക്തിയെ. അതിന് നിനക്ക് ഒന്നും തോന്നുന്നില്ലേ രേണു?
നീ വേറൊരാളോടാണ് ഈ പരിപാടി കാണിച്ചില്ലെങ്കിൽ ഓക്കെ പോട്ടെ എന്ന് ഞാനും പറഞ്ഞേനെ. ഇത് വയ്യാത്ത അവന് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി. അവൻ അന്ന് അവിടെ വരെ അവൻ എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനവിടെ പോവാന്ന്. പക്ഷെ അവിടെ പോയേനല്ല, അവിടെ ചെന്നിട്ട് നീ അന്ന് വന്നത് പോലും ഇല്ല. നീ അന്ന് വരുന്നില്ല എങ്കിൽ നേരത്തെ അറിയിക്കണമായിരുന്നു, അറ്റ്ലീസ്റ്റ് ആ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമായിരുന്നു. ഇത് അവനെ പോലീസുകാർക്കും ചിലപ്പോൾ അതായിരിക്കും ദേഷ്യമായത്. അവൻ അവിടെ വരെ വന്ന എല്ലാം നോക്കിയപ്പോഴത്തേക്ക് അതിനകത്തൊന്നുമില്ല. ആർക്കാണെങ്കിലും ദേഷ്യം വരത്തില്ലേ? ബാക്കി അടുത്തൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്, ഇതൊന്ന് കേക്ക്. 12 ഇവന്മാർക്ക് എന്നതിന് എന്റെ മരിച്ചുപോയ എന്റെ സുതിച്ചേരനും ഇല്ല പ്രശ്നം. ഇനിയിപ്പോ ഈ പറഞ്ഞ ആരോപണത്തിലുള്ള ആർക്കും പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. പിന്നെ ഇത് കുത്തിപ്പൊക്കാൻ ഇവനാരാ? CBI-യോ എന്റെ പുറകെ നടക്കാൻ? ഇവനെ ആരും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ പുറകെ? ഇതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ നിൽക്കട്ടെ ചേച്ചി, കുത്തിപ്പൊക്കിയാൽ എന്താ പ്രശ്നം? നിങ്ങൾ എത്ര കെട്ടുന്നു അതൊന്നും എനിക്കതൊന്നും, ഞാൻ ആ തുടക്കത്തിലേ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ജീവിക്കട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ പഴയ കാര്യങ്ങൾ കുറച്ചൊക്കെ കുത്തിപ്പൊക്കിയാൽ എന്താണ് പ്രശ്നം ഇവിടെ? അതിൽ എന്താണ് കുത്തിപ്പൊക്കിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അവൻ കുത്തിപ്പൊക്കിയ വേറൊന്നുമല്ല, സുധി എന്ന് പറയുന്ന വ്യക്തിയെ അടക്കിയത് ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ്. സുധി എന്ന് പറയുന്ന വ്യക്തി മാമോദിസം മുങ്ങിയിട്ടില്ല. പിന്നെ ആ ഒരു കർമ്മത്തിനൊക്കെ നിന്നൊരു പള്ളിയിലച്ഛനുണ്ട്, അവൻ ഭൂലോക ഉടായിപ്പ് വിത്ത് പ്രൂഫാണ് അതിലത് കാണിച്ചത്. പിന്നെ വേണ്ട, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ രേണു, അതിനൊക്കെ രേണുവിന് എന്തിനാണ് ഇത്ര ദേഷ്യം വരുന്നത്? അത് കുത്തിപ്പൊക്കിയാൻ എന്താണ് പ്രശ്നം? മറുപടി പറ പ്രോപ്പറായിട്ട്. നിനക്കൊന്നും അറിയത്തില്ലായിരുന്നു, അവൻ ഉടായിപ്പായിരുന്നില്ല, അല്ലെങ്കിൽ രേണു ഈ സുധി എന്ന് പറയുന്ന വ്യക്തിയെ മാമോദിസം മുക്കി, ഇതൊക്കെ ഉണ്ടെങ്കിൽ തുറന്നു പറ. അതിനു പകരം എന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ തോണ്ടിയെടുത്തോണ്ട് വരുന്നവരെ അങ്ങോട്ട് അടച്ചു പൂട്ടാൻ നോക്കണ്ട. ബാക്കി ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളോട് പറഞ്ഞു പറ്റത്തില്ല. പിന്നെ എന്നാടി പറഞ്ഞത്? ചേച്ചി കോടതിയിൽ പോ, നിങ്ങൾ കോടതിയിൽ പോ. നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ കോടതിയിൽ പോവുക, ചെല്ലു, നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. കോടതിയിൽ നിന്ന് നിങ്ങളോട് ചോദ്യം ചോദിക്കും. ഒരു വയ്യാത്തൊരു പയ്യനെ നിങ്ങൾ കേസ് കൊടുത്തു, അവൻ അവിടെ നിന്ന് ഇവിടെ വരെ വന്നു, നിങ്ങൾ എന്തുകൊണ്ട് അന്ന് ചെന്നില്ല? നിങ്ങൾ അറ്റ്ലീസ്റ്റ് രേണു എന്ന് പറയുന്ന വ്യക്തി അറ്റ്ലീസ്റ്റ് അവൻ്റെ വീഡിയോയിൽ എന്താണ് ഉള്ളതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ അപ്പുറം നിൽക്കുന്ന വ്യക്തി പറയുന്നത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ പറ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്? നിങ്ങളുടെ അപ്പുറം നിൽക്കുന്ന വ്യക്തിയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കുടുംബത്തിലേക്ക് വരണ്ട എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കും വേറെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നില്ല. പക്ഷേ അപ്പുറം നിൽക്കുന്ന ഒരു വ്യക്തി കാണിച്ചൊരു പരിപാടിയുണ്ട്, അത് ഞാൻ നിങ്ങളെ എന്തായാലും കാണിക്കുവേ. എന്തായാലും ഈ ക്ലിപ്പും കൂടെ ഒന്ന് നോക്കിക്കേ. പരാതി കൊടുത്തു, അതിന്റെ പ്രകാരം പേടിച്ചിട്ടുമല്ല. കഴിഞ്ഞ ദിവസം ഷൂട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അവനിവിടെ വന്നായിരുന്നു. കഴിഞ്ഞ ദിവസം പേടിച്ചത് കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ അവനെ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളല്ലേ ഏൽപ്പിച്ചു എന്റെ ഈ കുടുംബചരിത്രവും ജീവചരിത്രവും തിരക്കാൻ വേണ്ടിയിട്ട്? ലോകത്ത് ഈ പറയുന്നവരൊക്കെ അയ്യോ ഭയങ്കര ആൾക്കാരായിരിക്കുമല്ലോ. ഞാൻ ചേച്ചി, നമ്മളൊന്നും അത്ര വലിയ ആൾക്കാരൊന്നുമല്ല, ഉള്ള കാര്യം ഞാൻ പറയാലോ. രേണു, നമ്മളാരും അത്ര വലിയ ആൾക്കാരൊന്നുമല്ല. പക്ഷേ നിങ്ങളുടെ കുടുംബചരിത്രം തപ്പിപ്പോയതുമല്ല. പക്ഷേ നിങ്ങളുടെ സുധിച്ചേട്ടൻ്റെ അടക്കിനുണ്ടായിരുന്ന ഒരു വ്യക്തി, ഒരു ഫാദർ, അയാളെ പറ്റി തപ്പിപ്പോയപ്പോഴാണ് കുറേ കാര്യങ്ങൾ അറിയാൻ സാധിച്ചത്. അതാണ് അതിൽ വന്നിരുന്ന് പറഞ്ഞത്. അതിന് അവൻ്റെ വ്യക്തമായിട്ടുള്ള പ്രൂഫുണ്ട്. അവന് നല്ല ഒറിജിനൽ സോഴ്സ് വഴി തന്നെയാണ് അവൻ ആ തെളിവുകളൊക്കെ കിട്ടിയത്. അതേ അവൻ വന്ന് കാണിച്ചിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അവൻ മോശമായിട്ട് നിങ്ങളെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ തള്ളി പറയാം. ഞാൻ അവൻ്റെ വീഡിയോകൾ കണ്ടതാ. അവൻ മോശമായിട്ടൊരു നിങ്ങളുടെ കമൻറ്റ് ബോക്സുകളിൽ, നിങ്ങളുടെ വീഡിയോകൾ വരുന്ന കമൻറ്റ് ബോക്സുകളിൽ നിങ്ങളെ ആളുകൾ വിളിക്കുന്നത് പോലുള്ള ഒരു വാക്കും ആ വ്യക്തി നിങ്ങളെ വിളിച്ചിട്ടില്ല. പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് കേസ് കൊടുത്തത്? അവൻ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതിനകത്തോ? ആ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അപ്പം നിങ്ങൾ കേസ് കൊടുക്കുക. എല്ലാം പോട്ടെ, രേണു കേസ് കൊടുത്തു, അവൻ വോട്ടെവർ, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ കേസ് കൊടുക്കൂ. പക്ഷെ നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ അവൻ കഴിഞ്ഞ ദിവസം വന്നായിരുന്നെന്ന്. ഒരു ഇച്ചിരി വില അവന് കൊടുക്കാമായിരുന്നല്ലോ, അന്ന് വരായിരുന്നല്ലോ, വന്നില്ലല്ലോ. ഇങ്ങനൊരു കേസ് അറിയാമോ? അവനൊരു ഡിസബിലിറ്റി ഉള്ള കാര്യം. അവനെ ഈ വലിച്ചു ഇറക്കുന്നതിനുണ്ടല്ലോ നിങ്ങൾ പെടും. അവനൊരു കേസ് കൊടുത്താൽ ഉറപ്പായിട്ടും രേണു പെടും. ഈ വീഡിയോ കാണുന്നവർക്ക് തോന്നുന്നില്ലേ? രേണു പെടും. ആ പോലീസുകാർ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നൈസായിട്ട് അവോയ്ഡ് ചെയ്ത് അങ്ങ് വിട്ടത് ഇവളെ. കാരണം പോലീസുകാർക്കും പണി കിട്ടും, വിളിച്ചു വരുത്തിയാൻ അവനെ അങ്ങനെ വിളിച്ചു. അതും ഇത്രയും ദൂരത്തുനിന്ന് ആ ചെറുക്കനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഷ്ടം തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കിയും കൂടെ ഒന്ന് കേൾക്കാം. ഈ 10 കെട്ടിലും പറഞ്ഞു ഞാൻ ഈ നാളെ 10 കെട്ടിലും പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ ഈ പുറകെ നടക്കാൻ വേണ്ടിട്ട്? CBI പോലെ ഈ അതിലൊന്ന് പറയാനവനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഏതോ ഒരു ആരോപണത്തിൽപ്പെട്ട ആളുടെ പേരും പറഞ്ഞ് ആളുടെ അടുത്ത്. രേണു, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ.
രേണു ഇപ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ, രേണുവിൻ്റെ പുറകെ നടക്കാൻ ആരെങ്കിലും പറഞ്ഞു എന്ന്. ഈ ഓൺലൈൻ മീഡിയക്കാർ അവരെന്തിനാണ് രേണുവിൻ്റെ പുറകെ നടക്കുന്നത്? രേണുവിൻ്റെ ആൽബം ഷൂട്ട് നടക്കുന്നതിൻ്റെ അവിടെ വന്ന് അവരെന്തിനാണ് വീഡിയോകൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്? രേണു പറഞ്ഞിട്ടാണോ ഇതൊക്കെ? അല്ല, എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അതിനൊന്നും രേണുവിനൊരു കുഴപ്പമില്ലേ? ആ വീഡിയോകൾ പുറത്ത് വരുമ്പോഴാണല്ലോ, അതിൻ്റെ അടിയിലാണല്ലോ ഏറ്റവും കൂടുതൽ മോശം കമൻറ്റുകൾ വരുന്നത്. അതിനൊന്നും രേണുവിനൊരു കുഴപ്പമില്ലേ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക കേട്ടോ. ഇനി ഇതൊക്കെ ചോദിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പം നാളെ ഞാനും തെറ്റുകാരനായി മാറിയേക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ആക്കും. പറയാൻ പറ്റില്ലേ, ഒന്നും മിണ്ടാൻ പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ പോലീസുകാർ ആട്ടിയതിനെ പറ്റി അതിലെനിക്ക് ഒരുപാട് അങ്ങോട്ട് അഭിപ്രായം പറയാൻ നിൽക്കുന്നില്ല ഞാൻ. കാരണം രണ്ട് സൈഡ് നോക്കണം. രേണു ഒരു സ്ത്രീയാണ്, അങ്ങനെ ഒരുപാട് ആട്ടേണ്ട കാര്യമില്ല. പിന്നെ ആ പോലീസുകാരുടെ അവസ്ഥയും കൂടെ ഒന്ന് ചിന്തിക്കണം. അവർക്കും നല്ല മുട്ടം പണി കിട്ടും. കാരണം വെറുതെ ഒരു കേസൊക്കെ കൊടുത്ത് അതിൻ്റെ പുറകെ അവർ തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തൊന്നുമില്ല. പിന്നെ വെറുതെ ഈ ചെറുക്കനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതിന് പണി വരും ഇല്ലേ? ഇനി എന്തായാലും അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതും കൂടെ ഒക്കെ ഒന്ന് കേൾക്കാം. പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ അവര് അടിപൊളിയാ. നല്ലൊരു സല്യൂട്ട് അവസാനം എനിക്കിട്ട് ഇറങ്ങി പോകാനാണ് തോന്നിയിട്ടുള്ളത്. അത്രയും മാന്യമായിട്ടും അത്രയും നല്ല രീതിയിലാണ് എൻ്റെ അടുത്ത് അവർ പെരുമാറിയിട്ടുള്ളത്. എൻ്റെ പേരിൽ കേസ് എടുത്തിട്ടില്ല. കേസ് എടുക്കാൻ വേണ്ടിയിട്ട് പരാതിയാണ് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പോലീസുകാരനെ വിളിച്ചിരുന്നു എൻ്റെ ഭാഗം കൂടി കേൾക്കാനായിട്ട്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ രേണു അന്ന് വന്നിട്ടില്ല. പകരം വന്നത് രേണുവിന്റെ അച്ഛനാണ്. രേണുവിന്റെ അച്ഛൻ അവിടെ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പട്ടി ഷോ കാണിക്കുമെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ മലയാളത്തിൽ, അതുപോലെ നല്ലൊരു ഷോ ഓഫ് കാണിച്ചിട്ടാണ് അവിടെ നിന്ന് പോയിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് ഞാൻ കയറി അവിടുത്തെ SHO അജിത് സാറിനെ കണ്ട് സംസാരിച്ചപ്പോൾ സാറ് വളരെ മാന്യമായിട്ടും വളരെ ആ ഒരു ഇതോട് തന്നെയാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ യൂട്യൂബർ ആണെന്ന് പറഞ്ഞു, അതുലാണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സാറിന് മനസ്സിലായി ഇവർ കൊടുത്തിരുന്ന പരാതിയെ അനുബന്ധിച്ചാണല്ലോ എന്നെ അവർ വിളിക്കുന്നത്. എന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ സാറിന് മനസ്സിലായി. സാർ എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞ് CA കയറി കാണാൻ പറഞ്ഞു. CA കയറി കണ്ടു. ഞാൻ സംസാരിച്ചപ്പോൾ സാറും വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചറിയുകയും ചോദിച്ചു മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ രേണുവിന്റെ അച്ഛൻ രംഗപ്രവേശനം നടത്തുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ അപ്പോഴും കാണുന്നില്ല, എനിക്ക് ആളെ മനസ്സിലായില്ല. ഫോട്ടോയിൽ എങ്ങാണ്ട് കണ്ടിട്ടേ ഉള്ളൂ, പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ആളെ മനസ്സിലാവുന്നില്ല, ഇതാര് എന്നുള്ള മൈൻഡിലാണെന്ന്. അപ്പൊ ഞാൻ അവിടെ SHOയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു രേണുവിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ തൊട്ടടുത്തേക്ക് ആളിനെ തന്നെ കാണിച്ചാ ഞാൻ ഓക്കെ. CA സാറ് വിളിപ്പിച്ചു. ഞാനും അകത്ത് കയറി, രേണുവിന്റെ അച്ഛനും അകത്ത് കയറി. രേണുവിന്റെ അച്ഛൻ അവിടെ ഇരുന്നു, ഞാൻ അവിടെ ഇരുന്നില്ല. ഓക്കെ. എന്നിട്ട് രേണുവിന്റെ അച്ഛൻ ഘോര എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ എന്താണ് എന്റെ ഭാഗം ക്ലിയർ ചെയ്ത്, കോടികൾ തട്ടിപ്പ് നടത്തിയ വ്യാജ ബിഷപ്പിന്റെ കൈക്കാരനായിരുന്ന കേസും അതുപോലെ തന്നെ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി, ഹിന്ദുവായിരുന്ന വ്യക്തിയെ ക്രിസ്ത്യൻ ആചാരപ്രകാരം വ്യാജ ബിഷപ്പ് അടക്കം ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ എനിക്ക് പറയാനുള്ള സൈഡ്, ഞാൻ ഇവരെ ആരെയും മോശമായിട്ട് പറഞ്ഞിട്ടില്ല, ഇവരാരെയും മോശമായിട്ട് ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ അവിടെ പറഞ്ഞപ്പോൾ രേണുവിന്റെ അച്ഛൻ അവിടെ ഇരുന്നുകൊണ്ട് അതിന് തനിക്കെന്താ എനിക്കെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. അപ്പൊ എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ കോണ്ടന്റാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ വരുന്ന വിഷയങ്ങളെടുത്ത് സംസാരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അത് പറഞ്ഞങ്ങനെ മനസ്സിലാക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് 2 ആഴ്ച നേരം. ഇത് രേണുവിനെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിലും കുറച്ച് പാടാടാ, സീരിയസ്ലി. രേണു ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടല്ലോ എന്റെ പുറകെ എന്തിനാ വരുന്നതെന്ന്. അതിനുള്ള ഉത്തരം അവൻ തന്നെ തരികയും ചെയ്തു. കിട്ടിയില്ലേ? ഇത്രേ ഉള്ളൂ കേസ്. അവൻ ആ വീഡിയോയിൽ ഞാൻ കണ്ടത് വെച്ച് അവൻ വീഡിയോയിൽ ഒന്നും മോശമായിട്ടൊരു വാക്ക് പോലും ഈ ഒരു രേണു എന്ന് പറയുന്ന വ്യക്തിയെ പറഞ്ഞിട്ടില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ അവനെ കല്ലെറിയാം, ഞാനും കൂടെ നിൽക്കാം, എൻ്റെ സുഹൃത്താണ്, എന്നാലും ഞാൻ കല്ലെറിയാൻ കൂടെ നിൽക്കാം. കാരണം അവൻ അങ്ങനെ ഒരു മോശമായിട്ടൊരു സ്ത്രീയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അവൻ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ അവനെ തെറി പറയാൻ നിൽക്കുന്നത്? അവൻ്റെ പേരിൽ എന്തിന് കേസ്? അതാ ഞാൻ ചോദിക്കുന്നത്. എന്തിന്? പഴയ ഈ ഒരു കാര്യം അവൻ ചോദിച്ചോണ്ടോ? ഒരു കള്ള ബിഷപ്പിൻ്റെ കാര്യം, ആ ബിഷപ്പിനെ പറ്റി എല്ലാവരും അറിഞ്ഞതാണ്. ഒരു ഭൂലോക ഉടായിപ്പ്. അവനാണ് സുധിച്ചേട്ടനെ അടക്കാനൊക്കെ ആയിട്ട് കൂടെ നിന്നത്. അപ്പോൾ പിന്നെ അത് വിളിച്ചു പറയുന്നതിനകത്ത് എന്താണ് തെറ്റിരിക്കുന്നത്? പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ അതിൽ ചെന്ന ദിവസം അവിടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നില്ല ആ വ്യക്തി ആരാണെന്നൊന്നും. ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ, അയാൾ കാണിച്ചു കൂട്ടിയൊക്കെ അവൻ പറയുന്നുണ്ടല്ലോ. അയാളും ആ ഒരു ഫാദറുമായിട്ട്, ആ ഒരു ബിഷപ്പുമുള്ള കണക്ഷനും ഒക്കെ ഇതൊക്കെ അറിയാം. പറയുന്നില്ല. കുടുംബത്തേക്ക് വരില്ല എന്ന് പറഞ്ഞല്ലോ. കുടുംബത്തേക്കൊന്നും ഞാൻ വരത്തില്ല. പക്ഷേ വന്നിരുന്ന് പല കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി അടിക്കുമ്പോഴത്തേക്ക് ആലോചിക്കുക, എല്ലാവരും അതിനെപ്പറ്റി ചർച്ച ചെയ്യും. അപ്പോൾ പിന്നെ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് വന്നിട്ട് കാര്യമില്ല. ചർച്ച ചെയ്യണമെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക. സോഷ്യൽ മീഡിയ വന്ന് കണ പറയാതിരിക്കുക. ഇപ്പം നേരത്തെ ഇവരുടെ വീഡിയോയിൽ തന്നെ ഇവർ പറയുന്നുണ്ട്, നീയൊക്കെ ആരാടാ, നീയൊക്കെ എൻ്റെ പുറകെ വരാൻ, പിന്നെ ഒന്നും കുത്തിപ്പൊക്കേണ്ട കാര്യം നിനക്കൊന്നുമില്ല. തെമ്മാടിത്തരം കാണിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുത്തിപ്പൊക്കും കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയുക. പിന്നെ ഈ രേണു എന്ന് പറയുന്ന സ്ത്രീയെ ആരും ഈ കമൻറ്റ് ബോക്സ് വഴി ഭയങ്കര തെറികളൊക്കെ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ കാണാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.